അനിശ്ചിതത്വം തുടരുന്നു. വിപണികൾ ഭിന്ന ദിശകളിൽ. റിസർവ് ബാങ്ക് റീപോ നിരക്ക് കുറക്കുമെന്ന് പ്രതീക്ഷ. മണപ്പുറം ജനറല് ഫിനാൻസിന്റെ 18% ഓഹരികള് ബെയിന് കാപിറ്റല് വാങ്ങുന്നതില് ധാരണയായി. അദാനിയും ഇലക്ട്രിക് കേബിൾ വിപണിയിലേക്ക്. അമേരിക്ക തീരുവയുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ചയെപ്പറ്റി ആശങ്ക വളരുകയാണ്. ഇത് വിപണികളെ ചാഞ്ചാട്ടത്തിലേക്കു നയിക്കുന്നു. യുഎസ് വിപണി ഇന്നലെ താഴ്ന്നു. ഇന്നു രാവിലെ ഏഷ്യൻ വിപണികൾ ഭിന്ന ദിശകളിലായി. ഇന്ത്യൻ വിപണിയിൽ ബുള്ളുകൾ ഇന്നലെ വലിയ കരുത്ത് കാണിച്ചെങ്കിലും ഇന്നു തുടക്കം ദുർബലമാകാനാണു സാധ്യത. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ കടപ്പത്രങ്ങളിൽ നിക്ഷേപ താൽപര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് അടുത്ത മാസം റീപോ നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ നീക്കം. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി 23,201-ൽ ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 23,236-ലേക്കു കയറിയ ശേഷം താഴ്ന്നു. ഇന്ത്യൻ വിപണി ഇന്നു ചെറിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി. യൂറോപ്യൻ വിപണികൾ ഇന്നലെ നഷ്ടത്തിൽ അവസാനിച്ചു. കുറേ ദിവസങ്ങൾ നന്നായി ഉയർന്ന ജർമ്മൻ സൂചികയും പ്രതിരോധ കമ്പനി ഓഹരികളും തുടർച്ചയായ രണ്ടാം ദിവസവും താഴ്ന്നു. യുഎസ് വിപണി ഇന്നലെ പലവട്ടം കയറിയിറങ്ങി. ഡൗ ജോൺസ് സൂചിക 560 പോയിന്റ് ചാഞ്ചാടിയിട്ട് ചെറിയ നഷ്ടത്തിൽ അവസാനിച്ചു. സാമ്പത്തിക വളർച്ചയെപ്പറ്റിയുള്ള അനിശ്ചിതത്വം വർദ്ധിച്ചതാണു കാരണം. വ്യാഴാഴ്ച ഡൗ ജോൺസ് സൂചിക 11.31 പോയിന്റ് 0.03% താഴ്ന്ന് 41,953.32-ൽ ക്ലോസ് ചെയ്തു. S&P 500 സൂചിക 12.40 പോയിന്റ് 0.22% നഷ്ടത്തോടെ 5,662.89-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. നാസ്ഡാക്ക് കോമ്പസിറ്റ് സൂചിക 59.16 പോയിന്റ് 0.33% താഴ്ന്ന് 17,691.63-ൽ ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ യുഎസ് ഫ്യൂച്ചേഴ്സ് കയറ്റത്തിലാണ്. ഡൗ ജോൺസ് 0.07-ഉം S&P 0.14-ഉം നാസ്ഡാക്ക് 0.20%-ഉം ഉയർന്നു നിൽക്കുന്നു. ഏഷ്യൻ വിപണികൾ ഇന്ന് ഭിന്ന ദിശകളിലാണ്. ജപ്പാനിലും ഓസ്ട്രേലിയയിലും സൂചികകൾ ഉയർന്നപ്പോൾ ദക്ഷിണ കൊറിയയിൽ താഴ്ന്നു. ചൈനീസ് വിപണിയും താഴ്ന്നു. ജപ്പാനിൽ ചില്ലറ വിലക്കയറ്റം വർദ്ധിച്ചത് പലിശ നിരക്ക് ഉയർത്താൻ കാരണമാകുമെന്നു കരുതുന്നു. ഇന്ത്യൻ വിപണി കുതിച്ചു. വ്യാഴാഴ്ച ഇന്ത്യൻ വിപണി ക്രമമായി കയറി ഏറ്റവും ഉയർന്ന നിലയ്ക്കു സമീപം ക്ലോസ് ചെയ്തു. നിഫ്റ്റി 23,000-നും സെൻസെക്സ് 76,000-നും ബാങ്ക് നിഫ്റ്റി 50,000-നും മുകളിൽ കയറി. മുൻ ദിവസങ്ങളിൽ മുന്നേറ്റത്തിനു നേതൃത്വം വഹിച്ച മിഡ്, സ്മോൾ ക്യാപ് സൂചികകൾ ഇന്നലെ മുഖ്യ സൂചികകളുടെ പകുതി മാത്രമേ കയറിയുള്ളൂ. എല്ലാ വ്യവസായ മേഖലകളും നേട്ടം കുറിച്ചു. വിദേശ നിക്ഷേപകർ വീണ്ടും വാങ്ങലുകാരാകുകയും സ്വദേശി ഫണ്ടുകൾ വിൽപ്പനക്കാരാകുകയും ചെയ്ത സാഹചര്യവും ഇന്നലെ ഉണ്ടായി. വിദേശ ഫണ്ടുകൾ സർക്കാർ കടപ്പത്രങ്ങളിൽ 3,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഇന്നലെ നടത്തുകയും ചെയ്തു. വിദേശ നിക്ഷേപകർ ഓഹരികളിൽ ഇന്നലെ 3,239.14 കോടി രൂപ നിക്ഷേപിച്ചു. സ്വദേശി ഫണ്ടുകൾ 3,136.02 കോടി രൂപയുടെ ഓഹരികൾ വിറ്റു. വ്യാഴാഴ്ച നിഫ്റ്റി 283.05 പോയിന്റ് 1.24% കുതിച്ചുകയറി 23,190.65-ൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 899.01 പോയിന്റ് 1.19% ഉയർന്ന് 76,348.06-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റി 360.25 പോയിന്റ് 0.72% ഉയർന്ന് 50,062.85-ൽ അവസാനിച്ചു. മിഡ് ക്യാപ് സൂചിക 0.64% വർദ്ധിച്ച് 51,144.40-ലെത്തി. സ്മോൾ ക്യാപ് സൂചിക 0.70% കൂടി 10,858.05-ൽ ക്ലോസ് ചെയ്തു. വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി തുടരുന്നു. ബിഎസ്ഇയിൽ 2,395 ഓഹരികൾ ഉയർന്നപ്പോൾ 1,630 ഓഹരികൾ താഴ്ന്നു. എൻഎസ്ഇയിൽ 1,759 എണ്ണം ഉയർന്നു. താഴ്ന്നത് 1,143 എണ്ണം. വിപണി മനോഭാവം ബുള്ളിഷാണ്. തുടർച്ചയായ 4 ദിവസം കൊണ്ട് 860 പോയിന്റ് കയറിയ നിഫ്റ്റി ഇന്ന് 23,400 ലക്ഷ്യമിടുമെന്നു സാങ്കേതിക വിശകലന വിദഗ്ധർ പറയുന്നു. 23,100 23,000 മേഖല നിഫ്റ്റിക്കു പിന്തുണയായി നിൽക്കും. ഇന്നു നിഫ്റ്റിക്ക് 23,035-ലും 22,980-ലും പിന്തുണ പ്രതീക്ഷിക്കാം. 23,220-ലും 23,280-ലും തടസ്സമുണ്ടാകാം. ആക്സെഞ്ചറും ഐ.ടി. കമ്പനികളും. യുഎസ് സർക്കാരിൽ നിന്നുള്ള കരാറുകൾ ഇടിഞ്ഞതായി വെളിപ്പെടുത്തിയ ഐ.ടി. സേവന കമ്പനി ആക്സെഞ്ചറിന്റെ ഓഹരി യുഎസ് വിപണിയിൽ 7.26% ഇടിഞ്ഞു. വിപണി ക്ലോസ് ചെയ്ത ശേഷവും ഓഹരി താഴ്ന്നു.
ആക്സഞ്ചർ വരുമാന പ്രതീക്ഷ ഗണ്യമായി താഴ്ത്തിയതിനെ തുടർന്ന് ഇൻഫോസിസിന്റെയും വിപ്രോയുടെയും എഡിആറുകൾ ന്യൂയോർക്കിൽ 3% ഇടിഞ്ഞു. എന്നാൽ വിപണി ക്ലോസ് ചെയ്ത ശേഷം 0.5% തിരിച്ചുകയറി. ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്കു വിപണിയിൽ തിരിച്ചടി ഉണ്ടാകാം. മണപ്പുറം ഫിനാൻസ്. അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ബെയിൻ കാപ്പിറ്റൽ കേരളം ആസ്ഥാനമായ സ്വർണ്ണപ്പണയ കമ്പനി മണപ്പുറം ജനറൽ ഫിനാൻസിന്റെ 18% ഓഹരി വാങ്ങുന്നതിൽ ധാരണയായി. പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 4,385 കോടി രൂപയ്ക്ക് ഓഹരി നൽകും. ഓരോഹരിക്ക് 236 രൂപ. ഇതു കഴിഞ്ഞ 6 മാസത്തെ ശരാശരി വിലയേക്കാൾ 30% കൂടുതലാണ്. പിന്നീട് കമ്പനി 26% ഓഹരി ഓപ്പൺ ഓഫറിലൂടെ വാങ്ങും. നിലവിലെ പ്രൊമോട്ടർമാരായ നന്ദകുമാർ കുടുംബം 28.9% ഓഹരി തുടർന്നു കൈവശം വയ്ക്കും. കമ്പനി സംയുക്ത നിയന്ത്രണത്തിലാകും. ബെയിൻ നേരത്തെ IIFL വെൽത്ത് മാനേജ്മെന്റിനെ വാങ്ങി 360 എന്നു പേരുമാറ്റി നടത്തി വരുന്നുണ്ട്. 5357 ശാഖകളും 50,000-ലധികം ജീവനക്കാരും ഉണ്ട് മണപ്പുറത്തിന്. കേബിൾ വയർ ബിസിനസിന് അദാനിയും ബിർളയും. കുമാർ മംഗലം ബിർളയ്ക്കു പിന്നാലെ ഗൗതം അദാനിയും ഇലക്ട്രിക് കേബിൾ വയർ ബിസിനസിൽ പ്രവേശിക്കുന്നു. ഈ മേഖലയിലെ കമ്പനികളുടെ ഓഹരികൾ വലിയ ഇടിവിലായി. ഫെബ്രുവരിയിൽ ബിർളയുടെ അൾട്രാടെക് പ്രഖ്യാപനം നടത്തിയപ്പോൾ മിക്ക ഓഹരികളും 8 മുതൽ 12 വരെ ശതമാനം ഇടിഞ്ഞതാണ്. ഇന്നലെ അദാനിയുടെ പ്രഖ്യാപനം വന്നതോടെ വീണ്ടും ഇടിഞ്ഞു. പോളികാബ് 20-ഉം KEI 12-ഉം ഹാവൽസ് 8% താഴ്ന്നു. സ്വർണത്തിൽ ലാഭമെടുപ്പ്. US ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിനുശേഷവും കുതിച്ച സ്വർണം ഔൺസിന് $3,055 റെക്കോർഡ് തിരുത്തി. എന്നാൽ ഉയരങ്ങളിൽ ലാഭമെടുക്കലുകാരുടെ വിൽപ്പന വില താഴ്ത്തി. സ്വർണം ചാഞ്ചാട്ടത്തിനുശേഷം $3.10 താഴ്ന്ന് ഔൺസിന് $3,045.20 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ വില $3,042 താഴ്ന്നു. കേരളത്തിൽ വ്യാഴാഴ്ച ആഭരണ സ്വർണം പവന് 320 രൂപ കയറി 66,640 രൂപ എന്ന റെക്കോർഡ് കുറിച്ചു. വെള്ളിവില ഔൺസിന് $33.50 താഴ്ന്നു. ഡോളർ സൂചിക ഇന്നലെ ഉയർന്ന് 103.85 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ ആ നിലയിൽ തുടരുന്നു. രൂപ വ്യാഴാഴ്ച രാവിലെ മികച്ച നേട്ടമുണ്ടാക്കിയെങ്കിലും പിന്നീട് ചെറിയ നേട്ടത്തിൽ ഒതുങ്ങി. $86.24 രൂപ വരെ താഴ്ന്നിട്ട് തിരിച്ചുകയറി 86.37 രൂപയിൽ ക്ലോസ് ചെയ്തു. രാവിലെ ഉയർന്നു വ്യാപാരം തുടങ്ങിയ ഡോളർ ഒടുവിൽ 13 പൈസ താഴ്ന്ന് 86.44 രൂപയിൽ ക്ലോസ് ചെയ്തു. തുടർച്ചയായ 7-ാം ദിവസമാണ് രൂപ ഉയർന്നത്. ചൈനയുടെ യുവാൻ ഡോളറിന് 7.25 യുവാൻ എന്ന നിലയിലേക്കു താഴ്ന്നു. ഫെഡ് തീരുമാനത്തെ തുടർന്നു US കടപ്പത്രവില ചാഞ്ചാടി. അവയിലെ നിക്ഷേപനേട്ടം കയറിയിറങ്ങി. 0.10 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപനേട്ടം 4.174 വരെ താഴ്ന്നിട്ടു തിരിച്ചുകയറി 4.233% അവസാനിച്ചു. പലിശഗതി സംബന്ധിച്ചു വിപണിയിൽ ഏകാഭിപ്രായമില്ലാത്തതാണു കാരണം. ക്രൂഡ് ഓയിൽ ഉയർന്നു. ക്രൂഡ് ഓയിൽ വില 2% കയറി. ഇറാനെതിരെ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ചതാണു കാരണം. ബ്രാൻഡ് ഇനം വീപ്പയ്ക്ക് $70.86 നിന്ന് $72.26 കയറി ക്ലായസ് ചെയ്തു. ഇന്നു രാവിലെ $72.39 ആണ്. WTI ഇനം 68.26-ഉം UAEയുടെ മർബൻ ക്രൂഡ് 74.88-ഉം ഡോളറിലേക്കു നീങ്ങി. ക്രിപ്റ്റോകൾക്ക് ക്ഷീണം. ഈ വർഷം 2 തവണ നിരക്ക് കുറയ്ക്കും എന്ന സൂചനയിൽ ഉയർന്ന ക്രിപ്റ്റോ കറൻസികൾ വീണ്ടും താഴ്ന്നു. ബിറ്റ്കോയിൻ 2% താഴ്ന്ന് $83,950 3% താഴ്ന്ന ഈതർ $1,970 സമീപമായി. വ്യാവസായിക ലോഹങ്ങൾ വ്യാഴാഴ്ചയും ഭിന്നദിശകളിലായി. ചെമ്പ് 0.29% താഴ്ന്നു ടണ്ണിന് $9,885.36. അലൂമിനിയം 0.25% ഉയർന്ന് $2,674 60 ആയി. നിക്കൽ 1.76-ഉം ലെഡ് 1.94-ഉം താഴ്ന്നു. സിങ്ക് 0.27-ഉം ടിൻ 0.32-ഉം ഉയർന്നു. വിപണി സൂചനകൾ. 2025 മാർച്ച് 20 വ്യാഴം. സെൻസെക്സ് 30,76,348.06+1%. നിഫ്റ്റി 50 23,190.65+1%. ബാങ്ക് നിഫ്റ്റി 50,062.85+0%. മിഡ് ക്യാബ് 151,144.40+0%. സ്മോൾ ക്യാബ് 111,858.05+0%.
ഡൗ ജോൺസ് 41,953.32 മുതൽ 0.03% വരെ. S&P 5662.89 മുതൽ 0.22% വരെ. നാസ്ഡാക്ക് 17,691.63 മുതൽ 0.33% വരെ. ഡോളർ 86 രൂപ 37 പൈസ 7 പൈസ. സ്വർണം ഔൺസ് $3045.20. ഡോളർ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സ്വർണം പവൻ 66,640 രൂപ പ്ലസ് രൂപ 320. ക്രൂഡ് ബ്രാൻഡ് ഓയിൽ $72.26 പ്ലസ്. ഡോളർ രാത്രി 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.